തയ്യാറാണ്. നമ്മുടെ റിപ്പോർട്ടർ ടോബിയും കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോബി, ചങ്ങനാശ്ശേരിയിൽ സത്യം പറഞ്ഞാൽ ഉറപ്പുള്ള ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഇത്തവണ ഒരല്പം മാറി ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വോട്ടർമാരോട് ചോദിച്ചപ്പോൾ പലതരത്തിലുള്ള അവരുടെ പ്രതികരണങ്ങൾ കണ്ടു, സമ്മിശ്ര പ്രതികരണങ്ങൾ കണ്ടു. ടോബിക്ക് എന്താ തോന്നി? പൊതുവെ നമ്മൾ സാധാരണ പല മണ്ഡലങ്ങളിലും കാണുന്ന പോലെ അടിയൊഴുക്കുകളോ അല്ലെങ്കിൽ വലിയ വിഷയങ്ങളോ ഒന്നും ചർച്ചയാകാത്തൊരു മണ്ഡലം, വളരെ സൈലന്റ് ആയിട്ട് ആളുകൾ പ്രതികരിക്കുന്ന ഒരു മണ്ഡലമാണ്. നമുക്കറിയാവുന്ന പോലെ CF തോമസിനെ ഒരുപാട് കാലം നിയമസഭയിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ജോബ് മൈക്കിൾ കഴിഞ്ഞ തവണ ഒരു 6000 വോട്ടിന് ഒരു അട്ടിമറി വിജയം, അതായത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം, അതിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചു. അതായത് എന്താ പറയുന്നതെന്നോ പ്രധാനമന്ത്രി പോകേണ്ട സ്ഥലത്ത് പ്രധാനമന്ത്രി പോയി. ഇപ്പൊ ജനങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നു. മന്ത്രി വന്നപ്പോ റോഡ് ബ്ലോക്ക് ചെയ്തു. മേഡം 4 മണിക്ക് പുള്ളി അവിടുന്ന് ഇറങ്ങി, പുള്ളി പോയി. അവിടുന്ന് 8 കിലോമീറ്റർ ഇപ്പറേ ഉള്ള സ്ഥലം. എന്തായാലും ഒരു അല്പസമയം കൂടെ നമ്മുടെ നാട് ഭരിക്കുന്ന, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞോട്ടെ ചേട്ടാ മേഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ. പ്രധാനമന്ത്രിയാണ്, ആ രാഷ്ട്രപതിയായിരിക്കും, ചിലപ്പോൾ ആരും ആയിക്കോട്ടെ, എന്നാലും പുള്ളി പോയിട്ട് മണിക്കൂറുകളായി. 8 കിലോമീറ്ററുള്ള ഇപ്പോഴ സ്ഥലം എന്തിനാണ് ബ്ലോക്ക് ചെയ്യണത്? ചേട്ടാ, അദ്ദേഹം ഇപ്പൊ തന്നെ തിരിച്ചു വന്ന് പോകുമ്പോ ഈ റോഡ് ബ്ലോക്ക് ഒക്കെ മാറും. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. വോട്ട് ഇവിടെ തന്നെ ചങ്ങനാശ്ശേരി. അത് UDF അപ്പൊ ഇത്തവണ സിറ്റിംഗ് MLA ഈ പ്രാവശ്യം വിനു ജോബ് ഇവിടെ ജയിക്കും, MLA വരികയും ചെയ്യും. ജോബ് മൈക്കിൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭരണം UDF ഉണ്ടാവുള്ളൂ. വികസന പ്രവർത്തനങ്ങളൊക്കെ അത് ഉറപ്പാണ്. സംസ്ഥാന സർക്കാരോ, സംസ്ഥാന മുഖ്യമന്ത്രി ഉറപ്പായിട്ട് മാറണം. അല്ല, അതിനുള്ള ഭാരം കുറയ്ക്കണം. നിങ്ങൾ തന്നെ പരസ്യം കൊടുക്കുന്നുണ്ട്. ആക്സിഡന്റ് ഉണ്ടായാൽ 5 ദിവസം ഫ്രീ ആയിട്ട്. ഇത് കണ്ടോ 20 ദിവസമായി. ഞാനൊന്ന് ടോബിയോട് ചോദിക്കട്ടെ. ടോബി ഇപ്പൊ അവരവരുടെ ചില പ്രശ്നങ്ങളൊക്കെ പറയായിരുന്നു. നമ്മള് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുള്ള ചില പ്രതിഷേധങ്ങൾ അത് അവർ പറയുകയായിരുന്നു. നമ്മളെ സ്ഥിരം വാച്ച് ചെയ്യുന്ന 24 കാണുന്ന ആളുകൾ കൂടിയാണ് അവര്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പൊ കണ്ടില്ലേ, ചിലരെങ്കിലും പറയുന്നുണ്ട് ഒരു യുവാവ്, ഒരു യുവനിരയിലേക്ക് അദ്ദേഹം വരണം, അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നയാളാണ്, അദ്ദേഹത്തിനോടൊരു സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു വലിയ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പെയ്ഡ് സീറ്റ് എന്നൊരു ആരോപണം UDF-നുള്ളിൽ ഉയർന്നു വന്നിരുന്നു ഈ ജോബ് മൈക്കിൾ. പക്ഷേ അദ്ദേഹം അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന ഘട്ടത്തിൽ വിജയലാലി എന്ന് പറയുന്ന ആളായിരുന്നു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ വിനു ജോബിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ആ ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കി. അതൃപ്തി നിൽക്കുന്നുണ്ടോ പ്രചാരണത്തിന്? ആദ്യമേ ഉണ്ടായിരുന്നു, പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ UDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനുള്ള പ്രധാന കാരണം ഈ മണ്ഡലത്തിലെ ചില വിഷയങ്ങൾ UDF ഉയർത്തിക്കൊണ്ടുവന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കേരളയിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കേരളയിലെ ആദ്യത്തെ സമരം നടന്ന മാടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം തൊട്ടടുത്താണ്, തൃക്കൊടുത്താന അപ്പുറത്താണ്. മാടപ്പള്ളിയിലെ ആ സമരം ഇപ്പോഴും നിൽക്കുന്ന ഒരു സമരമാണ്. അത് അവസാനിക്കാത്തൊരു സമരമായി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയിട്ടില്ല. അതൊക്കെ ഒരു പക്ഷേ കൂടുതലായിട്ട് ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്തേക്കും. ഒപ്പം തന്നെ കർഷകരുടെ പ്രശ്നം, ഈ 2 പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ജോബ് മൈക്കിളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ കൊണ്ടുവന്ന ആ വികസനങ്ങൾ, ഇപ്പോൾ കിഫ്ബി വഴി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. KSRTC സ്റ്റാൻഡ് പുതിയതായിട്ട് പണിയുന്നു. ഒരിക്കലും പണി നടക്കില്ല എന്ന് വിചാരിച്ച KSRTC സ്റ്റാൻഡ് പണിയുന്നു. ജനറൽ ആശുപത്രി പണിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള വികസനങ്ങൾ, ഒപ്പം തന്നെ റോഡുകൾ നന്നാക്കുന്നു. ആ വികസനങ്ങൾ തന്നെയാണ് ജോബ് മൈക്കിളിന്റെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നോക്കും. ഇതൊക്കെ ശരിയാണെങ്കിലും മാറി മാറി വരുന്ന സാമുദായിക സമവാക്യങ്ങൾ അത് തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിയിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിരൂപത സിറോ മലബാർ സഭ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ NSS ആർക്കൊപ്പം നിൽക്കും, അതിൽ ഒരു അവ്യക്തതയൊന്നും ഇല്ലെങ്കിൽ പോലും അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയങ്ങളൊന്നാണ്. ഒന്ന് NSS-ന്റെ ആസ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി രൂപത, നമുക്കറിയാവുന്ന പോലെ സീറോ മലബാർ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപത എന്ന് പറയാം, അതിരൂപതയാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, ഈ സമുദായ വോട്ടുകൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മളത് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഈ സമുദായ വോട്ടുകൾ എങ്ങനെ ചിന്തിക്കുന്നു, ക്രൈസ്തവർക്ക് ഭൂരിപക്ഷം, അതുപോലെ NSS-നും കൃത്യമായ സ്വാധീനം, ഈ 2 കൂട്ടരും എങ്ങനെ ചിന്തിക്കുന്നു, അവർക്ക് സർക്കാരിനോടുള്ള അനുഭവം. ഇപ്പോൾ സുകുമാരൻ നായരൊക്കെ ആണെങ്കിൽ ഈ ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റി സർക്കാരുമായിട്ട് കൂടുതൽ അടുക്കുന്നു. എന്നാൽ സഭ അതേസമയം, കത്തോലിക്ക സഭ അതേസമയം സർക്കാരുമായിട്ട് വലിയ വിഷയങ്ങളിൽ, അതായത് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെയുള്ള വിഷയങ്ങൾ എതിർപ്പുകളൊക്കെ ഉന്നയിക്കുന്നത്. അപ്പം ഈ 2 സമുദായങ്ങളുടെ നിലപാടുകൾ വളരെയധികം നിർണായകമാണ്. അതുപോലെ തന്നെയാണ് മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം തന്നെ സജീവമായിട്ട് അവരുടെ നിലപാടുകൾ നിർണായകമാകുന്ന ഒരു മണ്ഡലം തന്നെ. എന്തായാലും NDA സ്ഥാനാർത്ഥിയുടെ
രാധാകൃഷ്ണ മേനോൻ, ബി രാധാകൃഷ്ണ മേനോൻ എന്ന് പറഞ്ഞാൽ ഈ സജീവമായിട്ട് BJP സർക്കിളുകളിൽ അല്ലെങ്കിൽ സജീവ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.